ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആപ്സ് ക്ലൗഡ്. ഇപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് രാത്രി ഒരു 9 മണിക്കായിട്ടുണ്ടാവും. 9 മണിക്ക് നമ്മളിങ്ങനെ ഈ ഫോണിൽ റീലൊക്കെ നോക്കിയിരിക്കുന്ന സമയത്ത് നല്ല മീനൊക്കെ പൊരിച്ചിരിക്കുന്ന കുറേ റീല് കാണുന്ന സമയത്ത് നമുക്കൊരു ക്രേവിങ് വരില്ലേ? അതേ ക്രേവിങ്ങിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. എനിക്ക് ഇപ്പം നല്ല ചൂട് ചോറും ഒരു മീൻ പൊരിച്ചതും വേണം. അതെന്താണെങ്കിലും കുഴപ്പമില്ല, ആവോലിയാവോ അയിലാവോ മത്തിയാവോ വാട്ടവർ, നോ പ്രോബ്ലം. പക്ഷേ ഒരു ചോറ് മീൻ പൊരിച്ചതും വേണം. എന്നാൽ ഇത് രണ്ടും ഇവിടെ അവൈലബിൾ അല്ല. ചോറ് വേണം നമുക്കിപ്പോൾ ഉണ്ടാക്കാം, പക്ഷേ മീൻ പൊരിച്ചതെന്ന് പറയുന്ന സമയത്ത് നമ്മളെ ഫ്രിഡ്ജിൽ മീൻ അവൈലബിൾ അല്ല. ഇല്ല, സമയം ഇപ്പോൾ ഒരു 9:30 ആയി കാണും. 9:30ക്ക് ഞങ്ങളൊന്ന് പുറത്ത് പോയി നോക്കട്ടെ. ഫിഷ് കിട്ടുവാണെങ്കിൽ ഇപ്പം രാത്രി നല്ല ചോറും ഫിഷ് ഫ്രൈ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി പോകുന്നു. ആദ്യം ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഫിഷ് പോയി മേടിക്കണം. ഒറ്റ മൈൻഡ് പോയിട്ട് അല്ല, എനിക്ക് എങ്ങനെയാണെങ്കിലും കിട്ടിയേ പറ്റുള്ളൂ. ആഗ്രഹിച്ചു പോയി. നമ്മൾ എന്താ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ വലിയ എക്സ്പെൻസീവ് അല്ലാത്ത ഇപ്പം സാധിക്കാൻ പറ്റുന്ന ആഗ്രഹമാണെങ്കിൽ എങ്ങനെയും നമ്മൾ സാധിക്കണം. ആരെങ്കിലും ഉണ്ടാവും അല്ലേ? പോകും ഇല്ലേ? ഞാൻ കരയും. ഇല്ലെങ്കിൽ വേറെ പ്രശ്നം എന്താ അറിയാം, ഉറക്കം കിട്ടൂല. ഇങ്ങനെ വയറ്റിന്ന് ഗുളുഗുളുകള് പറയും, അയ്യോ എന്റെ ചോറും മീൻ പൊരിച്ചു, നാളെ അവരെ ഇനി ആവണ്ടേ, വിദൂരമായിരിക്കും. നല്ല ചൂട് ചോറിന്റെ പുറത്തോട്ട് നല്ല പൊരി ചൈല ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് നല്ല ചമ്മന്തി. കിട്ടിയില്ലെങ്കിൽ എനിക്ക് ആലോചിക്കുമ്പോൾ സങ്കടമാകും. മീൻ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പം നമ്മൾ എങ്ങോട്ടാ പണി പോകും? നമുക്കിപ്പോ പോയി ഫിഷ് മേടിക്കാം. ഏതാ ഫിഷ് കിട്ടുന്നത് നോക്കാം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യാം, ആഗ്രഹം സബലീകരിക്കാം. ചോറ്, മീൻ പൊരിച്ചത്, നല്ല ചമ്മന്തി, ഹെവൻ. നമ്മൾ അങ്ങനെ രാത്രി പോയി അയില മേടിച്ചു. സമയം എത്ര കഴിഞ്ഞു? സമയം 10 സമയം 9:52. നമ്മൾ അങ്ങനെയാണ്. നമ്മൾ ആഗ്രഹങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതങ്ങ് സാധിച്ചേക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ. അത് പിള്ളേർ ആഗ്രഹം എന്നല്ല, എല്ലാ ആൾക്കാരുടെ ആഗ്രഹം അങ്ങനെ തന്നെയാണ്. സാധിക്കാൻ പറ്റുന്ന ആഗ്രഹങ്ങൾ സാധിക്കണം. ഞാൻ വേറെ വീട്ടിൽ നിന്ന് കുഴിമന്തി ഉണ്ടാക്കി കഴിക്കണം എന്നൊന്നും പറഞ്ഞില്ലല്ലോ. ജസ്റ്റ് ചോറും നല്ല മീൻ പൊരിച്ചതും വേണം, ഫ്രഷ് മീൻ പൊരിച്ചതും വേണം. അപ്പോൾ നമ്മൾ ഈ അയില മൊത്തം മേടിച്ചിരിക്കുന്നത് വെറും 100 രൂപയ്ക്കാണ്. ഇതൊന്നും നമ്മളിന്ന് പൊരിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇന്ന് പൊരിക്കാനുള്ളത് എടുത്തിട്ട് ബാക്കി നമ്മൾ എന്ത് ചെയ്യും, ഫ്രിഡ്ജിൽ കയറ്റാന്ന് വെച്ചിട്ട് കറിയാക്കാണെങ്കിൽ കറിയാക്കാം. അപ്പം കടയിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ 100 രൂപയ്ക്ക് ചെറിയൊരു അയിലേക്ക് കിട്ടാം. സോ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ കഴിക്കുന്ന സാധനം നമുക്ക് ആവശ്യത്തിന് കിട്ടിയാലല്ലേ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അപ്പം ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് കഴിക്കണം. ദൂയോ പാവട്ടോ, പഞ്ഞി വലുതായി വരുന്നുള്ളൂ, സാരില്ലാത്ത നോളാം. അപ്പം ഗർഭിണിയെ ക്രൂരമായി കൊന്നൂലേ? അങ്ങനൊന്നും പറയില്ലേ. നിങ്ങൾക്ക് പറഞ്ഞ മിക്കവാറും ഇപ്പൊ എങ്ങനെയാണ് ആൾക്കാർ എയർലാന്ന് പറയുന്നത്? നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ട് അങ്ങനെ എയർലാന്ന് ചാൻസ് ഇല്ല. പക്ഷെ ഗർഭിണിയെ കൊന്നു എന്നും പറയില്ലേ, കാരണം ഗർഭിണിയെ ഞാനല്ല കൊന്നത്, ഓൾറെഡി ചത്ത ഗർഭിണിയെയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ചോറ് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് ഉച്ചയ്ക്ക് തന്നെ തീർന്നു. അപ്പൊ രാത്രിത്തേക്ക് ഞങ്ങള് വേറെ ചോറ് വെക്കാണ്. 10 മണിക്ക് ചോറ് ഉണ്ടാക്കുന്നത്. 10 മണിക്ക് നമുക്ക് ഫിഷ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിഷ് പൊരിച്ചത്, പിന്നെ ഒരു ചമ്മന്തി. വേറെ നമ്മൾ ഐറ്റംസ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇത് ഇവിടെ മെയിൻ ആയിട്ട് പറയേണ്ടത്, ഇവിടെ ഐസ് ഇടാത്ത മീൻ കിട്ടും കേട്ടോ. അതായത് ഫ്രഷ് മീൻ ഇവിടെ നല്ല രീതിയിൽ കിട്ടും. അപ്പൊ ഗൈസ്, ഞാൻ ഈ അയിലൊക്കെ നന്നാക്കിയിട്ട് വരാം. നമ്മളങ്ങനെ നമ്മുടെ അയില എല്ലാം നന്നാക്കി ഇപ്പോഴത്തെ ആവശ്യത്തിലേക്കുള്ളത് മാത്രം നമ്മൾ അയിലിട്ട് വെക്കാണ്. കയ്യിലും മസാലയാണ് ഗെയ്സ്, മസാല. 1 eternity later. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വന്നിട്ട് പറ. ഗൈസ്, നമ്മൾ മീൻ പൊരിച്ചതിന് ശേഷം നമുക്ക് ബാക്കി കിട്ടുന്ന മസാല ഇല്ലേ, ആ മസാലയിൽ കുറച്ച് തേങ്ങ ചിരകിയിട്ട്, കുറച്ച് മതി തേങ്ങ ചിരകിയിട്ട് ആ പ്ലേറ്റ് അല്ലെങ്കിൽ ആ പാത്രം നല്ലോണം വടിച്ച് വെക്കാം. എന്നിട്ട് നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി കിട്ടുന്ന വെളിച്ചെണ്ണയില്ലേ, ആ വെളിച്ചെണ്ണയിലേക്ക് ഈ തേങ്ങ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന
ഫിഷ് ഫ്രൈ പോലെ ആകും. ഇതില്ലേ നമ്മളതാ അയല വറുത്തതുണ്ട്, അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്. ഈ വറുക്കുക പൊരിക്കുക രണ്ടും ഒന്നല്ലേ നിങ്ങൾ ഇവിടെ എന്താ അല്ലേ? പാട്ട് മിസ്റ്റേക്ക് ആണ്. കൊടമ്പുളി ഇട്ട കറി പറഞ്ഞ സമയത്താണ് കൊടമ്പുളി ഒന്നും ഇടാതെ വെറും മാങ്ങ മാത്രം ഇട്ടൊരു ചെമ്മീൻ കറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ അക്കൗണ്ടിലുണ്ട് കേട്ടോ, പോയി കാണണം. ഇതെന്ന് പറയുന്നത് നമ്മൾ അയില മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഇതില്ലേ, മുളക് പൊടി കുരുമുളക് പൊടി എല്ലാം ഇട്ടിരിക്കുന്ന മിക്സ്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എങ്ങനെയാണോ ഫ്രൈ ചെയ്യണ സമയത്ത് മിക്സ് ഉണ്ടാക്കുന്നത്, ആ മിക്സിന്റെ പാത്രം പ്ലേറ്റ് എന്തായാലും അതിൽ നല്ല രീതിക്ക് മുളക് പൊടി സാധനങ്ങൾ ഉണ്ടാവും. ഇത് ചിലത് ഇങ്ങനെ വടിച്ചിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇടും, പക്ഷെ നമുക്ക് യൂസ് ഉണ്ടാവില്ല. നേരെ തിരിച്ച് ഇതിൽ എന്താ ചെയ്യുക, കുറച്ച് തേങ്ങ ഇട്ടിട്ട് ആ തേങ്ങ നമ്മൾ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം അത് നമുക്ക് ഈ ഒരു ഇതിന്റെ കൂടെ വേറൊരു എക്സ്ട്രാ ഡിഷ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഞങ്ങൾ അവിടെ കോഴിക്കോട് അമ്മ ഹോട്ടലുണ്ട്, അമ്മ ഹോട്ടലുണ്ട്. അമ്മ ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഫിഷ് ഫ്രൈനിന്റെ കൂടെ കിട്ടുന്ന ആ പൊടിയില്ലേ, അത് ഭയങ്കര ഫേമസ് ആണ്. ഒമ്പത് എത്ര മണിക്കായിരുന്നു? 10 മണി തന്നെ കൂട്ടാം അല്ലേ? 10 മണിക്ക് തുടങ്ങിയ നമ്മുടെ കുക്കിംഗ് ആണ്. ആൻഡ് റെഡി. അങ്ങനെ നമ്മുടെ അയില പൊരിച്ചത് റെഡി. പിന്നെ ചമ്മന്തി അവിടെ നിൽക്കട്ടെ, അയില പൊരിച്ചെടുക്കാം. ഈശ്വര ഫസ്റ്റ് വാ നോക്കിക്കൊണ്ട് എനിക്ക് വേണം ഫസ്റ്റ് കൂട്ടണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. സൂപ്പർ. അങ്ങനെ രാത്രിയുള്ള നമ്മുടെ ആഗ്രഹം ചോറും മീൻ പൊരിച്ചതെന്നുള്ള ആഗ്രഹം ഒരു മണിക്കൂറില്ല അല്ലേ? ഒരു മണിക്കൂറിൽ കുറച്ച് മിനിറ്റോട് കുറവ് കൂട്ടിക്കും. ഒരു 55 മിനിറ്റ് 50 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഈ ചോറും മീൻ വെച്ചും ചമ്മന്തി എല്ലാം ആക്കിയത്. അതിന് ശേഷം നടക്കും. അപ്പോൾ നമുക്ക് രാത്രി ചോറ് കഴിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് അടുക്കളയിൽ കയറുക, ഉള്ള സാധനങ്ങൾ വെച്ച് കുക്ക് ചെയ്യാം. ഞങ്ങൾക്കിവിടെ ഫിഷ് ഫ്രൈ ആയിരുന്നു ഞങ്ങളുടെ മെയിൻ. അതില്ലാത്തതുകൊണ്ട് പോയി ഫിഷ് മേടിച്ചു. അതാണ് കഴിക്കട്ടെ. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. അതായിരിക്കും. ബൈ.